എത്ര നാള് പുറകെ നടന്ന് നിന്റെ അണ്ണനെ സെറ്റിട്ട് നിന്നെ സെറ്റിട്ട് എന്റെ അപ്പച്ചിയെ സെറ്റിട്ട് കഷ്ടപ്പെട്ട് കെട്ടിട്ട് ഇപ്പൊ എന്റെ അവസ്ഥ ഉണ്ടല്ലോ. അവസ്ഥയാ? നിങ്ങളെ അവസ്ഥക്ക് കുഴപ്പമൊന്ന് ആകെ പോട്ടു. ട്രിപ്പ് പോണ കാര്യം പറഞ്ഞില്ലേ, നമുക്കൊന്ന് മൂകാംബിക വരെ പോയി ദേവി ഒന്ന് തൊഴുതിട്ട് വന്നാലോ? എന്റെ കസവ് മുണ്ടും ഉത്തരവും കൂടെ എടുത്ത് വെച്ചാൽ എടുത്ത് വെക്കാം. പാടി കൊടുത്തു അങ്ങോട്ട്. എന്താ ഞാൻ തീർത്ഥാടനത്തിന് പോണ ആരുമല്ല പറഞ്ഞത്. പക്ഷെ ഈ പെണ്ണ് ഇതിന്ന് ഒരു വളർച്ചയില്ലല്ലോ ഇതിന്ന്. പിന്നെ എവിടെ പോണം ചേട്ടന്? നമുക്ക് വല്ല സിംഗപ്പൂരോ? പിന്നെ സിംഗപ്പൂർ എന്നാലേ സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? എന്നാലേ നമുക്ക് പ്യാർ വരും. അയ്യോ പ്യാർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഫോണും തരുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞു എന്തിനാണോ എന്തോ അതൊക്കെ പിടിച്ചു വെച്ചേക്കണം. എന്റെ ഫോണ് താങ്കളായി. ഞാൻ ആ കാര്യം പറഞ്ഞോണ്ട് കല്യാണം ഇവിടെ കല്യാണം കഴിക്കാനായിട്ട് ഇത്ര നാളെ സ്കൂൾ പഠിക്കുമ്പോൾ നടക്കുകയാണ്. അന്ന് ശല്യം നിന്റെ തന്തയായിരുന്നു, എന്റെ അണ്ണൻ രവി അണ്ണൻ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നീ നിനക്കൊന്നും വേറെ ഒരു ജോലി ഇല്ലടി. നിനക്ക് എന്തായാലും ഞാൻ ഫോൺ തരൂല. എന്റെ വരെ ഫോൺ വാങ്ങിച്ചു തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പുറത്തോട്ട് എറിഞ്ഞിരിക്കുകയാണ്. പിന്നെയാണ് ഫോൺ എനിക്ക് ഫോണില്ലാണ്ട് പറ്റില്ല. നോക്കി നോക്കിയാണ് അങ്ങനെ ഫോൺ ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്തു നോക്ക്. തള്ളിയിട്ടാലോ? എന്ത് കാല് പിടിക്കണത്? പറ്റൂല. എന്റെ കുഞ്ഞ് നല്ല വരുത്തനെ കാല് പിടിച്ചോണ്ട് അനുഗ്രഹിച്ചു. എന്തോന്നാണോ എന്തോ ഈ ചെറുക്കന്. തരിഞ്ഞപ്പോ നീട്ടി വരണം. തരൂല. ഉറപ്പ്. ഉറപ്പിച്ചു. ഫോണ് തരൂല? ഇല്ല. ഓ ഒന്നും കൂടെ ഒന്ന് ചോദിക്കാം. വേണ്ട. തരുവോ? ഇല്ല. വേണ്ട. ഇല്ല. 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 ഓഹോ 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 ആഹാ അറിയപ്പടി. ഞാൻ അതാ മൂന്നാമത്തോട്ട് ചോദിക്കാണ്. ഫോൺ തരുമോ ഇല്ലേ? ഫോണ് തരുമോ ഇല്ലേ? ഫോൺ ഇങ്ങോട്ട് ഇനി ഒന്ന് ചോദിക്കാൻ പറയാ. ഫോൺ എന്തോ ചേട്ടാ ചെരുപ്പൊക്കെ അടുത്ത് എറിയണത്. എന്ത് ചെയ്തിട്ട് മൊബൈൽ കയറുന്ന ഒരു വഴിയില്ലല്ലോ. സമരം നടത്തി മൊബൈൽ തരാനുള്ള ആത്മഹത്യ ഭീഷണി മുഴക്കി. മൊബൈൽ തരണേ ഇല്ല. എന്തോന്ന് ചെയ്യാനാണ്? ഇനി എന്തോന്ന് ചെയ്യും? എങ്ങനെയെങ്കിലും മൊബൈൽ പിടിച്ചു വാങ്ങണേ. എടാ എന്തായാലും പോവാനുള്ളത് പോയി. ഇന്ന് അങ്ങേര് നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ തരുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാനാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഒരുപാട് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞ ഐഡിയയിലായിരുന്നു. ഇന്നാണെങ്കിൽ ആശാനില്ലായിരുന്നു, കൊറേ വ്ളോഗ് എടുക്കായിരുന്നു. ഇനി എന്തോ നമ്മള്. എടാ നീ വറിയിടാവല്ലേ, നമുക്ക് വട്ട് കളിക്കാം. മനുഷ്യ ഇവിടെ വട്ടാ നിൽക്കുമ്പോഴാണ് ചേച്ചിയോട് കത്ത വട്ട് കളി. എടാ അതല്ല, എടാ വട്ട് മാറാനുള്ള കളിയാണ് വട്ട് കളി. പണ്ടുണ്ടല്ലോ കുഞ്ഞിലെ ഞാനും എന്റെ ചേച്ചിയും കൂടെ ഒരുപാട് കളിക്കുമായിരുന്നു. അച്ഛനാണ് പഠിപ്പിച്ചത്. കളിക്കാം. അത് കളി എനിക്ക് അറിഞ്ഞൂടെ, ചേച്ചി പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞ നമ്മൾ വീട്ടിൽ കയറി ഇങ്ങനെ അണഞ്ഞിരിക്കാൻ പാടില്ല, വയസ്സായി പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ ട്രിപ്പൊക്കെ പോയി. അപ്പൊ ആ ട്രിപ്പിൽ പോകുമ്പോ നമ്മൾ ആ വൈബൊക്കെ മാച്ച് ആവണത് മനസ്സിലായോ? ശരിയാണ്. കുറച്ച് കളികളൊക്കെ ഉണ്ട്. നോക്കേട്ടാ. എടാ ഇനി എങ്ങനെയാണ് കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ കോളത്തിന്റെ ഇവിടെ അറ്റത്തേക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോളത്തിലേക്ക് എന്ത് ചെയ്യണോ, ഈ കല്ലെടുത്ത് ഇടുന്നു. എന്നിട്ട് നമ്മൾ വെളിയിൽ പോയാൽ ഔട്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു, മറന്നു പണ്ട് ഒഴിച്ചു. ഇങ്ങനെ ഇടുന്നു, നാലാമത്തെ കുളത്ത് വീണു. ഇനി നമ്മളിനി ഒറ്റ കാലിൽ വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. 1 2 രണ്ട് കിടുതാ കൈ തമ്മി കണ്ട കൊലങ്ങനും പട്ടിന്ന് വിളിച്ചോണ്ടാണ് ചീത്ത വിളിച്ചോണ്ടാണ്. എന്നാലും അത് അടിച്ച് പൊളിച്ചേട്ടാ. നിങ്ങളുടെ ആ സൈക്കോളജിക്കൽ അപ്രോച്ച് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടുത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ വെക്കണം, നെറ്റിയില്. നമ്മളിങ്ങനെ കല്ല് വെച്ചതിന് ശേഷം നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുള്ളില്, ഇതാണ് മുള്ളെന്ന് പറയണേ. ഈ ഓരോ വരെയും നമ്മൾ മുള്ളെന്ന് പറയും. ഈ മുള്ളിൽ ചവിട്ടാതെ ഇങ്ങനെ 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 നമ്മൾ മുകളിലോട്ട് നോക്കി പോണം. 2 കാലും വെക്കാം. എന്നാലും എന്റെ റാമേട്ട, നമുക്ക് കുട്ടികളുണ്ടാവുമ്പോഴേ ഒരു 10-20 വയസ്സാവണ വരെ ഫോൺ കണി കാണിക്കാനേ പാടില്ല കേട്ടാ.
അത്രയൊക്കെ പറ്റുമെന്നുണ്ട്. എന്തായാലും ഒരു തിരിച്ചറിയാവണോ, 10-15 ദിവസം വലുതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ചുമ്മാ ചെറുക്കന്മാർ വഷളായി പോകും. നോക്കിക്കോണേ. റൈറ്റാ റൈറ്റാ അല്ല 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 പിന്നെ തോറ്റ്. എവിടെ തോറ്റ്? ലൈനിൽ തൊട്ട്. എവിടെ ഈ കാല് ലൈനിൽ തൊട്ട്. എവിടെ ലൈനെ തൊട്ട്? അയ്യോ, ഞാൻ ലൈനെ പോയി ചെറുക്കൻ കള്ളം അയ്യോ അതിനെ തൊട്ട്. എന്തായാലും പിള്ളേർ അവിടെ നിന്ന് കളിക്കട്ടെ. വാ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പോണ കാര്യമൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? പിന്നെ വാ. പക്ഷെ ഒരു കാര്യം സത്യമാണ് കേട്ടോ, ഈ ഫോൺ അങ്ങോട്ട് എടുത്ത് കളഞ്ഞപ്പോ തന്നെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫ്രീ ആയി കേട്ടോ. ഭയങ്കര റിലാക്സേഷൻ തോന്നും. എനിക്ക് വല്ല കോള് വന്നാന്നു. എന്നാലും അത് അടിപൊളി ഐഡിയ കേട്ടോ. ഇത് നമ്മളൊരു ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എന്ത് പറയുന്നു, വളരെ നല്ല അഭിപ്രായം. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. ട്രിപ്പ് പോകുമ്പോ ഫോൺ അങ്ങ് ഓഫ് ചെയ്യാം. ട്രിപ്പ് പോകുമ്പോഴും ഓഫ് ചെയ്യാം. എന്റെ ദൈവമേ,